നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ സുപ്രധാന തീയതി അറിയിപ്പുകളും എത്തി. 2026 ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുക വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിന് പിന്നാലെ സന്തോഷ വാർത്തയായി എത്തിയിട്ടുള്ളത്. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ 7 ലക്ഷത്തോളം വരുന്ന NCAP വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. 26 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കുമാണ് വിതരണം ആരംഭിക്കുക. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ CBT സംവിധാനത്തിലേക്ക് മാറാൻ കഴിയുന്നതാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരും. ഇതിനായി ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും വിവരങ്ങളും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അപേക്ഷയായി സമർപ്പിക്കുന്ന മുറയ്ക്ക് പെൻഷൻ തുക കൈകളിൽ നിന്നും വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി നൽകുന്നതാണ്. ജൂലൈ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ പോലും ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്താനാണ് സാധ്യത. ജൂലൈ മാസത്തിലെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈക്വർ പോർട്ട് വഴി കടമെടുപ്പ് ലേലം നടത്തിയിട്ടുണ്ട്. പെൻഷൻ വിതരണത്തിന് ആവശ്യമായ ഫണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് സജീവമായേക്കും. ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക ഒന്നിച്ച് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. പരമാവധി 4000 രൂപ വരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത് വിവിധ ഇനം പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. ഇന്നു മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്കുള്ള വാർഷിക മസ്റ്ററിംഗ് ഇന്നു മുതൽ സംസ്ഥാനത്തെ സജീവമാകും. 2025 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാകണം. സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ ജീവൻ രേഖ വഴി വാർഷിക മസ്റ്ററിംഗ് ഇന്നു മുതൽ ആരംഭിച്ചു. സെപ്റ്റംബർ 30 വരെയാണ് അവസരം. പ്രാഥമിക സഹകരണ സംഘം, കേരള ബാങ്ക്, സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്കാണ് അവസരം. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് നവംബർ മുതൽ പെൻഷൻ മുടങ്ങുമെന്ന് പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നു.